ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജാത്ത് അടുക്കള. ഇന്നത്തെ വീഡിയോ സാൻ ഫ്രാൻസിസ്കോയിലെ കാഴ്ചകളാണ്. എൻ്റെ മോള് നോർത്ത് കാരോലിനയിലാണ്. ഞങ്ങൾ അവിടെ പോയിട്ട് മോളും ഞങ്ങളും എല്ലാവരും കൂടി സാൻ ഫ്രാൻസിസ്കോയിലെ ഫ്രീമോണ്ടിൽ പോയി. അവിടെ എൻ്റെ നീസ് പാപ്പു ഉണ്ട്. പാപ്പുവിൻ്റെ ഹസ്ബൻഡ് നിക്കി. അവർക്ക് 2 കുട്ടികളാണുള്ളത്. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ബാക്കി കാഴ്ചകൾ കണ്ടതിൻ്റെ വിഷ്വൽസാണ് ഈ വീഡിയോയിലുള്ളത്. ഇതാണ് പാപ്പുവിൻ്റെ ചെറിയ മോൻ. മൂത്ത മോനും എൻ്റെ പേരക്കുട്ടിയും ഭയങ്കര ബ്രദേഴ്സ്, വലിയ കൂട്ടാണ്. എൻ്റെ മോളും പാപ്പുവും സിസ്റ്റേഴ്സ് ആണെങ്കിലും അതിലും കൂടുതലും അവർ ഫ്രണ്ട്സാണ്. അങ്ങനെ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ ലാൻഡ് ചെയ്തു. നിക്കി വന്ന് ഞങ്ങൾ റിസീവ് ചെയ്തു. അപ്പോൾ വീട്ടിൽ പാപ്പു വിഭവസമൃദ്ധമായ ഡിന്നർ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ രുചികരമായ ഇടിയപ്പം, വെജിറ്റബിൾ സ്റ്റൂ, അപ്പം, ഞങ്ങളുടെ മൂവാറ്റുപുഴക്കാരുടെ വെള്ളയപ്പം, പൊറോട്ട, മട്ടൻ റോസ്റ്റ്. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ മട്ടൺ റോസ്റ്റ്. ചിക്കൻ ഫ്രൈ, സൂപ്പർ ചിക്കൻ ഫ്രൈ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയി കിടന്നുറങ്ങി. രാവിലെ ഞങ്ങൾക്ക് ബിക്സറിൽ പോകാനുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളെ ബിക്സറിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ബിക്സറിലേക്ക് നമ്മൾ പോകുന്നത് 17 മൈൽ ഡ്രൈവിൽ കൂടിയാണ് പോകുന്നത്. അതൊരു പ്രൈവറ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ എൻട്രൻസ് ഫീസ് കൊടുക്കണം. അതുപോലെ സ്പീഡിന് ലിമിറ്റേഷൻസും ഉണ്ട്. നല്ല പ്രകൃതി സൗന്ദര്യവും ഐക്കോണിക് ലാൻഡ്മാർക്കും എല്ലാം ഉണ്ട്. അതുപോലെ ഫേമസ് സീനിക് റോഡാണ് അവിടെയുള്ള കാലിഫോർണിയയിലെ. മനോഹരമായ കോസ്റ്റൽ വ്യൂസും ഐക്കോണിക് ലോൺ സൈപ്രസ് ട്രീയും ഗോൾഫ് കോഴ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മോസ് ബീച്ച് എന്ന് പറഞ്ഞാൽ സമാധാനകരമായ ഒരു കടലോര ഗ്രാമമാണ്. പ്രകൃതി സൗന്ദര്യവും സമുദ്രജീവികളും എല്ലാം ഉണ്ട്. അതുപോലെ പോയിൻറ്റ് മൊണ്ടാറ ലൈറ്റ് ഹൗസ് പോലുള്ള ചരിത്രപ്രധാനമായ സ്ഥലത്തിനും ഇവിടെ ഫേമസ് ആണ്. അതുപോലെ തന്നെ സ്റ്റണ്ണിങ് വ്യൂസ് ഓഫ് പസഫിക് ഓഷ്യൻ ആൻഡ് മറൈൻ ലൈഫും കാണാനുള്ള നമുക്കൊരു അവസരമാണിത്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തതാണ്. ഇനി നമ്മൾ പെബിൾ ബീച്ചാണിത്. പെബിൾ ബീച്ചിലാണ് ഐക്കോണിക് ലോണ എക്സ്പ്രസ് ട്രീ ഉള്ളത്. ഇത് 250 വർഷം പഴക്കമുള്ളതാണ്. ഈ മരം കാലാവസ്ഥയുടെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് നിൽക്കുന്നതാണ്. അതുപോലെ ഫോട്ടോഗ്രാഫിക് ഐക്കണാണ്. ഇത് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. പെബിൾ ബീച്ചിൽ ധാരാളം ഗോൾഫ് കോഴ്സുകൾക്കായി അറിയപ്പെടുന്നു. പെബിൾ ബീച്ച് അത് കടലിനും പാറക്കെട്ടുകൾക്കും ഇടയിലുള്ള ഈ കോഴ്സ് പ്രൊഫഷണൽ ഗോൾഫിനും ഗെയിം പ്രേമികൾക്കും വളരെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ ഒരു ക്യാപിറ്റലും കൂടിയാണ്. ഇവിടെ 17 മൈൽ ഡ്രൈവിലെ മനോഹരമായ ഭാഗമാണ്. ഉയർന്ന കടൽ തിരമാലകളാൽ മനോഹരമാണ്. ധാരാളം സമുദ്രജീവികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൈപ്രസ് പോയിൻറ്റ് ഗോൾഫ് കോഴ്സ് ഇത് കണ്ടോ, സൈപ്രസ് മരങ്ങളാണ് നിൽക്കുന്നത്. ഇവിടം പ്രകൃതി സൗന്ദര്യ മേഖലയാണ്. 17 മൈൽ ഡ്രൈവിലെ പ്രധാനമായ സ്ഥലമാണ് ഇവിടെ. കടലിൻ്റെ അത്ഭുതകരമായ കാഴ്ചകൾ, വലിയ പാറകൾ, ഫേമസ് ലോൺ സൈപ്രസ് മരത്തിൻ്റെ മനോഹാരിത, കടലോര വീടുകൾ അതിനൊക്കെ ഫേമസാണ്. പിന്നെ ടൂറിസ്റ്റിൻ്റെ സഞ്ചാര കേന്ദ്രവും ഫോട്ടോഗ്രാഫറുകളുടെ സ്വർഗവുമാണ്. ഇത് പ്രകൃതി സൗന്ദര്യത്തിന് ഫേമസാണ്. അതുപോലെ സീനിക് വ്യൂസ് ആൻഡ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും ഫേമസാണ്.
നമ്മൾ ബിക്സറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്സർ കാലിഫോർണിയയിലെ പസഫിക് തീരപ്രദേശത്തിന് സമീപമുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് നമ്മൾ ബിക്സ്ബി ക്രീക്ക് ബ്രിഡ്ജിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അത് ബിക്സറിൻ്റെ ഒരു മനോഹരമായ സിംബലും കൂടിയാണ്. ഈ ബിക്സറിൽ സന്ധ്യയിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. ഞങ്ങൾക്ക് സൂര്യൻ അസ്തമിക്കണ സമയത്തൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. വെച്ചാൽ സൂര്യൻ താമസിച്ചായിരുന്നല്ലോ ജൂലൈയിലൊക്കെ അസ്തമിക്കണത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഫ്രീമോണ്ടിൽ പോകണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ബിക്സറിലേക്ക് പോണ കാഴ്ച കണ്ട ഇടത് സൈഡിൽ മലനിരകളും വലതു സൈഡിൽ പസഫിക് സമുദ്രവും ആണ് കാണുന്നത്. നമുക്ക് കണ്ടാൽ തോന്നും ആകാശം സമുദ്രത്തിൽ മുട്ടി നിൽക്കുമെന്ന്. അതുപോലെ തോന്നണത്. എന്തൊരു നല്ല ഭംഗി. ഇതാണ് ബിക്സ്ബി ക്രീക്ക് ബ്രിഡ്ജ്. ഇവിടെ നിന്നുള്ള കാഴ്ച ഭയങ്കര മനോഹരമാണ്. ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ ബ്രിഡ്ജൊക്കെ ഭയങ്കര ഫേമസ്. അപ്പോൾ ഞങ്ങളും അവിടെ നിന്നൊരു ഫോട്ടോ എടുത്തുട്ടാ. ഇതാണ് ആ ബിക്സ്ബി ക്രീക്ക് ബ്രിഡ്ജിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബിക്സറിൽ എത്തി. ഇവിടുത്തെ മനോഹരമായ ഉയർന്ന മലനിരകളും സമുദ്രവും അലയടികളും പസഫിക് സമുദ്രവും എല്ലാം കണ്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോയി രാത്രി കിടന്നുറങ്ങി. രാവിലെ ഞങ്ങൾ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. യൂണിവേഴ്സിറ്റി ക്യാമ്പസാണിത്. കാലിഫോർണിയയിലുള്ള ആണല്ലോ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി. ഇവിടെ സ്വകാര്യ ഗവേഷണ കലാശാലയാണിത്. ഈ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ഗവേഷണ സർവകലാശാലയാണ്. 1891 ലീലാൻഡ് സാൻഫോർഡും ജെയിൻ സാൻഫോർഡും ചേർന്ന് അവരുടെ ഏക മകനായ ലീലാൻഡ് സാൻഫോർഡ് ജൂനിയറിൻ്റെ സ്മരണാർത്ഥം സ്ഥാപിച്ചതാണ്. അക്കാഡമിക് ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ആവിഷ്കാരവും സംരംഭകത്വവും. എക്സാമ്പിൾ: ഗൂഗിൾ, HP, ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ, സ്നാപ്ചാറ്റ്, യൂട്യൂബ് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ കമ്പനികൾ സാൻഫോർഡുമായി ബന്ധപ്പെട്ടവയാണ്. സാൻഫോർഡ് യൂണിവേഴ്സിറ്റി പല കഴിവുകളിലേക്കും മേഖലകളും കണ്ടെത്തുവാൻ സ്റ്റുഡൻസിന് പ്രചോദനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്. ഞാൻ ജസ്റ്റ് അതിൽ ഡ്രൈവ് ചെയ്തിട്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇറങ്ങി നിന്നൊന്നും വീഡിയോ എടുത്തില്ല.
കാറിൽ ഡ്രൈവ് ചെയ്ത് എടുത്തതാണ്. ഞാൻ ഇത് കണ്ടപ്പോഴും നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങളെ ഇവിടെ കൊണ്ടുപോയത് പാപ്പുവാണ് കേട്ടോ. ബിക്സറിൽ നിക്കിയ കൊണ്ടുപോയത്. പിന്നെയുള്ളവർക്കൊക്കെ ജോലിയുണ്ടല്ലോ, അപ്പോൾ പാപ്പുവാണ് ഞങ്ങളെ ബാക്കിയുള്ള എല്ലാ സ്ഥലവും കാണാനായിട്ട് കൊണ്ടുപോയത്. ഇവിടെ റോസ് ഗാർഡൻ, സാൻ ഫ്രാൻസിസ്കോയിലെ കാലിഫോർണിയയിലെ റോസ് ഗാർഡനിലാണ് നമ്മൾ പോയത്. സാൻജോ മുനിസിപ്പൽ റോസ് ഗാർഡൻ കാലിഫോർണിയയിലെ പ്രശസ്തമായ ഒരു പൊതു ഉദ്യാനമാണ്. 1931 സ്ഥാപിതമായ ഈ ഗാർഡൻ 5.5 ഏക്കർ വിസ്തീർണത്തിൽ പരന്നു കിടക്കുന്നു. 189 റോസ വർഗങ്ങളിലായി 3500-ൽ അധികം വർണ്ണ വിവിധങ്ങളായ റോസാ ചെടികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഗാർഡൻ്റെ മനോഹാരിത കാരണം ഫോട്ടോഗ്രാഫർമാർക്കും വിവാഹ പ്രീ വെഡ്ഡിംഗ് ഷൂട്ട് എന്നിവയ്ക്കും പ്രിയപ്പെട്ട സ്ഥലമാണിത്. ഞങ്ങളിവിടെ വരുമ്പോൾ ഫോട്ടോ ഷൂട്ട് നടക്കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും കുറേ ഫോട്ടോ ഒക്കെ ഇവിടെ നിന്നിട്ട് എടുത്തു. അതുപോലെ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ ഫ്രീ ആയി വിസിറ്റ് നടത്താവുന്നതാണ്. 2007 ഫ്രണ്ട്സ് ഓഫ് ദ സാൻജോ റോസ് ഗാർഡനേഴ്സ് എന്ന ഗാർഡൻ അംഗസംഘം സ്ഥാപിക്കപ്പെട്ടതോടെ ഉദ്യാന സംരക്ഷണം, പരിപാലനം തുടങ്ങിയവ കൂടുതൽ ശക്തിപ്പെട്ടു. ഞങ്ങളവിടെ ചെല്ലുമ്പോഴും ഇങ്ങനെ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ പുല്ലൊക്കെ പറിച്ചേച്ചു ഇരിക്കേണ്ടിട്ടാ. എന്തൊരു ഭംഗിയാണെന്നറിയാം. നമ്മളിതിലെ നടക്കുമ്പോൾ റോസ് എസൻസിൻ്റെ, റോസ് വാട്ടറിൻ്റെയൊക്കെ സ്മെല്ലാണ് തന്നെ. എന്ത് നല്ല വാസന. അതുപോലെ നല്ല നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നതിലും ഭയങ്കര ഡാർക്ക് കളേഴ്സ്, അതെല്ലാം ഒന്നും രണ്ടുമില്ല, ഭയങ്കര ബഞ്ചസായിട്ടാണ് നിൽക്കണത്. വളരെ മനോഹരമായിരുന്നു. കുറേ ആൾക്കാരൊക്കെ അതിലെ നടക്കാനും നല്ല കേട്ടോ, നടക്കാനും നല്ല, ഇത് കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ. ഞങ്ങൾ കുറേ സമയം ഇവിടെ ചിലവഴിച്ചു. പക്ഷേ നല്ല വെയിലുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. ഞാൻ പറഞ്ഞില്ലേ പല തരത്തിലുള്ള റോസുകളുണ്ടെന്ന്. 189 വെറൈറ്റിയിൽ 3500-ൽ അധികം കളറുകൾ. അങ്ങനെയാട്ടോ, 189 വെറൈറ്റിയാണ്, 3500 കളറുകൾ. ഞാനപ്പോൾ ഇന്ന് ബിക്സറും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും സാൻജോ മുനിസിപ്പൽ റോസ് ഗാർഡൻ്റെയും വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് കുറേ വീഡിയോ ഉണ്ട്, വിഷ്വൽസ് ഉണ്ട്. അതെല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ വീഡിയോകളായിട്ടാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞങ്ങളും ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു ആർച്ച് പോലെയുണ്ട്. ആ ആർച്ചിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും നിന്ന് ഫോട്ടോ എടുത്താണ്. പിന്നെ സാക്കിയും ബബ്ബു ആണത്. പിന്നെ പാപ്പു, നിമ്മി, സാക്കി, ബബ്ബു, പിന്നെ ഞങ്ങൾ രണ്ടുപേരും. ബബ്ബുവും സാക്കിയാണ്, ഞാൻ പറഞ്ഞല്ലോ അവർ ഭയങ്കര ഫ്രണ്ട്സാണെന്ന്. ബ്രദേഴ്സിലെയും കൂടെ ഭയങ്കര ഫ്രണ്ട്സ്. അതെ, കൊച്ചു മോൻ അവിടെ ഇരിപ്പുണ്ട്, യൂസി താഴെ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ ഈ വീഡിയോ? എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.